നമുക്ക് നാളെ വീട്ടിലേക്ക് പോകേണ്ടേ സോണി? അവളുടെ മുഖമാകെ ചുംബിച്ചുകൊണ്ട് ആദി തിരക്കി. വീട്ടിലേക്ക് പോകുന്നത് ഗോവയിൽ പോയി വന്നിട്ട് പോരെ ആദിയേട്ടാ? അവന്റെ നെഞ്ചിൽ വിരലോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ആദ്യം ചടങ്ങ് പ്രകാരം നാളെ നമുക്ക് വീട്ടിലേക്ക് പോകാം. പിന്നെ നമ്മൾ ഗോവയ്ക്ക് പോകും മുമ്പ് തറവാട്ടിൽ വരുന്നുണ്ട്. നേരത്തെ അച്ഛൻ വിളിച്ചപ്പോൾ അതാണ് പറഞ്ഞത്. ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് അവളുടെ ചുണ്ടൊന്ന് ഞെരിച്ചുകൊണ്ട് ആദി പറഞ്ഞു. നിങ്ങളുടെ ഏട്ടനും പിന്നെ ആ പെണ്ണും ഉണ്ടാവുമോ? അവന്റെ ദേഹത്തു നിന്ന് അടർന്നു മാറി ഷീറ്റെടുത്ത് ദേഹം മൂടിക്കൊണ്ട് സോണി തിരക്കി. അവരുമുണ്ടാകും. ഇത് തറവാട്ടിലെ ചടങ്ങാണെന്ന് ഇവിടെ ഉച്ചയ്ക്ക് അമ്മാവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? പിന്നെ അപ്പുവിനെ പെണ്ണെന്നോ പേര് പറഞ്ഞോ ഇനി നീ വിളിക്കേണ്ട. സോണി ഏട്ടത്തി എന്ന് വിളിച്ചാൽ മതി. അയ്യേ, ആ പെണ്ണിനെ ഏട്ടത്തി എന്ന് വിളിക്കാനോ? എനിക്ക് വയ്യ ആദിയേട്ടാ. അതും അച്ഛൻ ആരാണ് എന്ന് പോലും അറിയാത്ത ആ പെണ്ണിനെ. ഇവിടെ നിങ്ങളൊക്കെ മാത്രമേ ഇങ്ങനെ തലയിലേറ്റി നടക്കൂ. ഞാനൊക്കെ ആയിരുന്നുവെങ്കിൽ വീടിന്റെ ചായൽപ്പിൽ ആയിരുന്നേനെ അവൾക്കൊക്കെ സ്ഥാനം. സോണി ഇഷ്ടക്കേടോടെ പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയണ്ട സോണി. അവൾ ജനിച്ചത് എങ്ങനെയായാലും പ്രസവിച്ചത് എൻ്റെ അപ്പയാണ്. അപ്പ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തില്ല എന്നൊരു വിശ്വാസം എനിക്കുമുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഏട്ടൻ കെട്ടിയതോടെ നമ്മുടെ ഏട്ടത്തിയാണ്. അത് വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഓർമ്മ വേണം. മെല്ലെയെങ്കിലും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആദി അവളുടെ കഴുത്തിൽ മൃദുവായി കടിച്ചു. സോണി പിടഞ്ഞുകൊണ്ട് ഒന്നുയർന്നി അവന്റെ നെഞ്ചിൽ ചുംബിച്ചു. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ സോണി? ആദി അവളെ വീണ്ടും തന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് തിരക്കി. ഓ, കേട്ട്. പൊട്ടി വന്ന ദേഷ്യത്തിൽ പറഞ്ഞു തീരും മുമ്പ് അവളെ അകന്നു മാറാൻ സമ്മതിക്കാതെ ആദി അവളുടെ ചൊടികളെ കവർന്നെടുത്തു. വീണ്ടും ആ മുറിയിലെ 4 ചുവരുകളെ പോലും നാണിപ്പിച്ചുകൊണ്ട് അവരുടെ അടക്കി പിടിച്ച ചിരിയും കിതപ്പും കുറുകലുമൊക്കെ ഉയർന്നു കേട്ടു. നാളെ പിള്ളേര് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീട് ഉറങ്ങിപ്പോവും അല്ലേ സുരേട്ടാ? രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ സരിത സങ്കടത്തോടെ അയാളോട് തിരക്കി. അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നും അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇപ്പോൾ തന്നെ 3 ദിവസവും കൊച്ചുങ്ങൾ ഇവിടെയല്ലേ നിന്നത്? നാളെ ചടങ്ങനുസരിച്ച് നമുക്ക് അവരെ കൊണ്ടുപോയി വിടാം. അവിടെയും വേറെ ആരുമില്ലല്ലോ. സുരേന്ദ്രൻ ഫോൺ മാറ്റിവെച്ചുകൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ പിള്ളേര് ഗോവയ്ക്ക് പോകുമല്ലോ. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. അവർ അയാളുടെ സൈഡിലേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്തേ ഇപ്പൊ എടുത്തു ചോദിക്കാൻ? നമുക്കും പിള്ളേർക്കൊപ്പം പോയാലോ എന്നൊരു ആലോചനയുണ്ട് എനിക്ക്. അവരുടെ ആ പറച്ചിൽ അന്തം വിട്ടതുപോലെ അയാൾ തലയുയർത്തി സരിതയെ നോക്കി. നീ ശരിക്കും ആലോചിച്ചു പറഞ്ഞതാണോ സരിതേ? പിള്ളേർക്കൊപ്പം പോകണ്ട, നാണക്കേടാണ്. അവർ പോയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് പോകാമെടി. അയാൾ കാര്യമായ ആലോചനയോടെ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാണ് എൻ്റെ സുരേട്ടാ. അയാളുടെ ആലോചിച്ചുള്ള കിടപ്പ് കണ്ട് അവർ പറഞ്ഞു. വെറുതെ ഒന്നും ആക്കണ്ട. പിള്ളേർ പോയി വന്നിട്ട് നമുക്കൊരു സെക്കൻഡ് ഹണിമൂൺ പോണം. സരിതയുടെ ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞു. ഞാൻ കൂടെ വന്നിട്ട് എല്ലാം എടുത്തു വെച്ചാൽ മതിയേ അർപ്പതേ. ഇപ്പോൾ ചെന്ന് ബുക്സൊക്കെ ഒതുക്കി വെച്ചേ. അപ്പോഴാണ് ഞാനൊന്ന് വേഷം മാറ്റി വരാം. അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയത് കിച്ചൺ സ്ലാബിന്റെ മേലേക്ക് കൊണ്ടുവച്ചിട്ട് കാശി പറഞ്ഞു. കാശി പറഞ്ഞത് കേട്ട് ഒന്ന് മൂളിക്കൊണ്ട് പെണ്ണ് തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ബുക്സൊക്കെ ബെഡ്റൂമിന് അപ്പുറത്തെ മുറിയിൽ കൊണ്ടുപോയി ഒതുക്കി വെച്ചു. കോളേജ് ബാഗും ലഞ്ച് ബോക്സും വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പിയും ഒക്കെ ആ മുറിയിൽ തന്നെ ഒതുക്കി വെച്ചു. ആ വാർക്ക വീടിന് ആകെ 3 മുറിയും ഹാളും കിച്ചണും സിറ്റൗട്ടുമാണുള്ളത്. ബുക്സൊക്കെ ഒതുക്കി കഴിഞ്ഞ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു അപ്പു. ഇതൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്യും? തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുല്ലയും പിച്ചിയും റോസും 10 മണിയും ചെമ്പരത്തിയും ഒക്കെ കവറിൽ നിന്ന് എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു പെണ്ണു. നീ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കാൻ പോകുവാണ് അർപ്പിത? ഇതൊക്കെ നല്ലോണം പരിപാലിക്കേണ്ടതല്ലേ? ഇവിടെ ആരാ അതൊക്കെ ചെയ്യാൻ? അതാണ് നീ ഇതൊക്കെ വാരിപ്പെറുക്കി എടുത്തപ്പോൾ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. എന്നിട്ടും നീ കേട്ടില്ലല്ലോ. അവളിപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കാശി ഒരു ബർമുഡയും ടീഷർട്ടും എടുത്തിട്ട് വേഗം മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു. എനിക്ക് ചെടിയൊക്കെ മുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ പരിപാലിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. തറവാട്ടിലുള്ളതൊക്കെ ആരാ നോക്കുന്നേ? അപ്പു ചോദിച്ചിട്ട് കാശിയെ നോക്കി. ആരാ? തിരികെ ചോദിച്ചിട്ട് അവനും ആകാംക്ഷയോടെ അവളുടെ തുടുത്ത മുഖത്തേക്ക് നോക്കി. ഞാൻ തന്നെ. എനിക്കിതൊക്കെ നട്ടുപിടിപ്പിക്കാൻ എന്തോരം ഇഷ്ടമാണെന്നോ. മുല്ലയും പിച്ചിയും ഒക്കെ പൂത്തു നിൽക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് കാശിയേട്ടന് അറിയോ? സന്ധ്യാനേരത്ത് ആ മൊട്ട് വിരിഞ്ഞു വരുമ്പോഴുള്ള വാസന. അതൊന്നുമില്ലാതെ ഇങ്ങനെ ഈ മുറ്റം കിടക്കുന്നത് കാണാനേ ഒട്ടും ഭംഗിയില്ല. മുറ്റം നിറയെ ചെടി നട്ട് പിടിപ്പിച്ച് അതൊക്കെ പൂത്ത് തളർത്ത് നിൽക്കുന്നതും അതിൽ നിന്നുള്ള സുഗന്ധം അവിടമാകെ നിറഞ്ഞു നിൽക്കുന്നതും പോലെ തോന്നി പെണ്ണിന്റെ വർത്തമാനമൊക്കെ കേൾക്കെ. പിച്ചിയും മുല്ലയും നാമ്പെടുത്ത് വന്നു തുടങ്ങിയേട്ടാ. ഞാനിതൊക്കെ കുറേ മുന്നേ വെട്ടി നട്ടി പിടിപ്പിച്ചതാണ്. ഇനി എല്ലാ ചെടിയും ചട്ടിയിലേക്ക് മാറ്റിയാൽ മതി അല്ലേ? ആലോചിച്ച് നിൽക്കുന്നവന്റെ അടുത്തേക്ക് വന്ന് അപ്പോ ചോദിക്കെ. കാശി അറിയാതെ ഒന്ന് തലകുടഞ്ഞു പോയി. ഈശ്വര, പെണ്ണും വേണ്ട പിടക്കോഴിയും വേണ്ടാന്ന് പറഞ്ഞു നടന്ന എന്നെ ഈ പെണ്ണ് വഴിതെറ്റിക്കുമെന്നാണല്ലോ തോന്നുന്നത്. വന്ന് ഇതിനെ അടുത്ത് കണ്ടാൽ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ പോലും തോന്നുന്നില്ലല്ലോ. അപ്പു ചോദിച്ചത്
എന്നാണെന്ന് കേട്ടില്ല. എങ്കിലും കാശി ഇടനെഞ്ചിൽ സ്വയം ഒന്ന് തലോടിക്കൊണ്ട് അവളെ നോക്കി ചിരിയോടെ തലകുലുക്കി. കാണുമ്പോൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നവൾ ഇപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങിയല്ലോ. 2-3 ദിവസം കൊണ്ട് ഇത്ര മാറ്റം വന്നില്ലേ, അത് മതി. കാശി സന്തോഷത്തോടെ ഓർത്തത് അതായിരുന്നു. പിന്നെ ഇരുവരും കൂടെ ചട്ടിയിലേക്ക് മാറ്റേണ്ടത് അങ്ങനെ വെച്ചു. മഞ്ഞയും ചുവപ്പും ചെമ്പരത്തിയും കൃഷ്ണതുളസിയും രാമതുളസിയും 10 മണിയും 8 മണിയും ഒക്കെ നിലത്ത് വെച്ചു പിടിപ്പിച്ചു. അതൊക്കെ വെള്ളവുമൊക്കെ തളിച്ച് കഴിയുമ്പോൾ നേരം സന്ധ്യയായിരുന്നു. ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെയാണോ ബുക്സൊക്കെ കൊണ്ടുവച്ചത്? കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടുത്ത മുറിയിൽ കയറി ഇരിക്കുന്നവളെ അന്വേഷിച്ചു അങ്ങോട്ട് വന്ന കാശി തിരക്കി. ആ, എനിക്കിവിടെ ഇരുന്ന് പഠിക്കാമല്ലോ, കുറേ നോട്ടുണ്ടായിരുന്നു എഴുതാൻ. അപ്പു പുഞ്ചിരിയോടെ എഴുതിക്കൊണ്ടിരുന്ന നോട്ട് ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. എഴുതി കഴിഞ്ഞു അർപ്പിത? വാതിൽപ്പടിയിൽ കൈകെട്ടി നിന്ന് കാശി തിരക്കി. ആ, കഴിഞ്ഞു. നാളെ കോളേജിൽ പോകുമ്പോൾ അച്ചുവിന് നോട്ട് തിരികെ കൊടുക്കേണ്ടേ, അതുകൊണ്ട് എല്ലാം എഴുതിയെടുത്തു. അപ്പു പിറ്റേന്ന് കൊണ്ടുപോകാനുള്ളതൊക്കെ ബാഗിൽ എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. നാളെ ക്ലാസ് കഴിഞ്ഞ് അച്ചുവിനൊപ്പം തറവാട്ടിലേക്ക് പോയാൽ മതി കേട്ടോ, ഞാൻ വന്ന് കൂട്ടിക്കൊള്ളാം. കാശി പറഞ്ഞതിന് പെണ്ണൊന്നും മൂളി. കാശിയേട്ടാ, അവിടെ നിന്ന് ഇതെന്താ എടുക്കാതെ പോകുന്നത്? ഉച്ചയ്ക്ക് കഴിക്കേണ്ടേ? കാശി രാവിലെ പോകാൻ ബാഗും ലാപ്പുമൊക്കെ എടുത്ത് ബുള്ളറ്റിന് അരികിൽ വന്നതും പിന്നാലെ കാറ്റുപോലെ ഒരുവൾ പാഞ്ഞു വന്ന് തിരക്കി. ഒപ്പം കയ്യിൽ ലഞ്ച് ബാഗുമുണ്ട്. ഇതെന്താ ഈ ലഞ്ച് ബാഗൊക്കെ? ഇന്നലെ പുറത്തു പോയപ്പോൾ തന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണിത്. കാശി അതിലേക്ക് വല്ലായ്മയോടെ നോക്കി അവളോട് പറഞ്ഞു. ഇതോ? ഇതേ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡാണേ. ചോറും ചമ്മന്തിയും തോരനും അച്ചാറും മുട്ട ഓംലെറ്റും പിന്നെ രാവിലത്തെ സാമ്പാറും. കുടിക്കാനുള്ള വെള്ളവുമുണ്ടേ. എല്ലാം കഴിക്കണേ. മീനില്ലാത്തോണ്ട് കഴിക്കാതെ കളയരുത് കേട്ടോ. അപ്പു സ്നേഹത്തോടെ അവനോട് പറഞ്ഞു. 10 വയസ്സിന് ശേഷം ഇതുപോലെ വിശക്കുന്നു എന്ന് ചോദിക്കാനോ പൊതികെട്ടി തരാനോ വയറ് നിറയെ കഴിക്കണം എന്ന് പറയാനോ ആരും കാശിക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. താൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കാശിയേട്ടാ? പൊതിച്ചോറ് ആണേ എന്ന്. ഒട്ടും കളയരുത് കേട്ടോ. അന്നം ദൈവമാണ് എന്നാ പറയുക. കുഞ്ഞു പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കും പോലെ കാശിയോട് പറഞ്ഞു. ആ, കേട്ടല്ലോ, കഴിച്ചോളാം, ഒട്ടും കളയില്ല. പറഞ്ഞിട്ട് കലങ്ങിയ കണ്ണുകൾ പെണ്ണ് കാണാതിരിക്കാൻ മുഖം തിരിച്ചു ബുള്ളറ്റിലേക്ക് കയറിയിരുന്നു കാശി. പിന്നെ ഉണ്ടല്ലോ, മീൻ വേണേൽ വൈകിട്ട് വരുമ്പോൾ കട്ട് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ. കാശി ഒന്ന് മൂളിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളെ നോക്കി തലയാട്ടി യാത്ര പറഞ്ഞു പോയി. പിന്നെ പെണ്ണ് ഓടിപ്പോയി ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതൊക്കെ ബാഗിലെടുത്ത് വെച്ച് വീടും ഗേറ്റും പൂട്ടി താക്കോൽ ബാഗിലിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ഡി അപ്പൂസേ, നിന്റെ കാശിയേട്ടൻ എങ്ങനെയുണ്ടടി പെണ്ണെ? ബസ്സിൽ നന്നേ തിരക്കായതുകൊണ്ട് ബസ്സിൽ നിന്നിറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോഴാണ് അച്ചു ചോദിച്ചത്. എൻ്റെ കാശിയേട്ടൻ നല്ലതാ, പാവവുമാണ്. പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞത് അച്ചു കണ്ടു. കാശി ചേട്ടനോട് ഉള്ള നിന്റെ പേടിയൊക്കെ മാറിയോ അപ്പൂസേ? അച്ചു ചിരി അടക്കി പിടിച്ചുകൊണ്ട് തിരക്കി. ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ പാവമാണെന്ന്. എന്നോട് എപ്പോഴും സംസാരിക്കും. ആദ്യ ഏട്ടനെ പോലെ ദേഷ്യമൊന്നും കാണിക്കില്ല, പാവമാ. എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. അയാൾ നിന്നെ അന്ന് വേണ്ടാന്ന് പറഞ്ഞത് നന്നായി അല്ലേ അപ്പു? അയാളെക്കാളും നല്ലയാളെ നിനക്ക് കിട്ടിയില്ലേ? അച്ചു മെല്ലെ തിരക്കി. സത്യമാണ് അച്ചു നീ പറഞ്ഞത്. ആദ്യേട്ടൻ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് എൻ്റെ ഏട്ടനെ കിട്ടിയത്. ഇല്ലെങ്കിൽ അമ്മായിമാരുടെ പിച്ചും വഴക്കും പുച്ഛത്തോടെയുള്ള നോട്ടവും കൊണ്ട് ജീവിതാവസാനം വരെ ഞാൻ കഴിയേണ്ടി വന്നേനെ. ഇടറിക്കൊണ്ട് അപ്പു മെല്ലെ പറഞ്ഞു. നിനക്ക് നേരെ നിങ്ങളുടെ വീട്ടിൽ പൊയ്ക്കൂടായിരുന്നോ പെണ്ണെ? ഇതിപ്പോ കാശിച്ചേട്ടൻ ബാങ്കിൽ നിന്ന് നേരെ അങ്ങ് വന്നിട്ട് വേണ്ടേ നിന്നെ കൂട്ടാൻ? വൈകിട്ട് ക്ലാസ് വിട്ട് വരും വഴി അച്ചു തിരക്കി. ഞാൻ പറഞ്ഞതല്ലടി, കാശിയേട്ടനാണ് പറഞ്ഞത് തറവാട്ടിൽ പോയാൽ മതി, തിരികെ വരുമ്പോൾ കൂട്ടിക്കൊള്ളാമെന്ന്. അച്ചുവിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ അപ്പു പറഞ്ഞു. നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടെന്ന് കരുതിയിട്ടാവും എൻ്റെ അപ്പൂസേ നിന്റെ കെട്ടിയവൻ അങ്ങനെ പറഞ്ഞത്. അച്ചു അവളുടെ സ്വതവേയുള്ള പേടി ഓർത്ത് ചിരിയോടെ പറഞ്ഞു. ഷോ, ആയിരിക്കും. എനിക്കേ വെളുപ്പിനെ ഏട്ടൻ നടക്കാൻ പോകുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒന്നും പോയില്ല. അപ്പു ആലോചനയോടെ പറഞ്ഞു. അപ്പോ അത് തന്നെ കാര്യം. ഇനിയിപ്പോ കുഴപ്പമില്ല. നീ തറവാട്ടിൽ ചെന്നിട്ട് പഠിക്കാനുള്ളതൊക്കെ നോക്കുമ്പോഴേക്കും കാശി ചേട്ടൻ വരും. അച്ചു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ മുതൽ കാശിയോട് പറഞ്ഞിട്ട് നേരെ രാഗത്തിലേക്ക് തന്നെ വരണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അപ്പു മൂളി. വന്നോ അമ്മമ്മയുടെ പൊന്ന്? ഇന്ന് ബസ് ഇത്തിരി താമസിച്ചോ അപ്പോ? അപ്പു അകത്തേക്ക് കയറി വന്ന ഉടനെ ദേവകി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. ഇത്തിരി വൈകി അമ്മമ്മേ. അപ്പൂപ്പൻ എവിടെ? അവർക്കരികിൽ ഇരുന്നു കൊണ്ട് അപ്പു ചോദിച്ചു. അപ്പൂപ്പൻ അപ്പുറത്ത് പോയതാണ്. ആദിയും സോണിയും കൂടെ എവിടെയോ യാത്ര പോവാണ് എന്ന് അനന്തം പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വെച്ച് നിങ്ങൾക്ക് 2 കൂട്ടർക്കും കൂടെ ഒരു വിരുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ പോയതാണ്. മോള് ചെന്ന് ഈ യൂണിഫോം മാറ്റി കുളിച്ചിട്ട് വാ. അമ്മമ്മ ചായയും അടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പുവിന്റെ പാറി പറന്നു കിടന്ന തലമുടിയൊക്കെ മാടി ഒതുക്കി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അപ്പു ഒന്ന് മൂളിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. അപ്പു ഇങ്ങ് എത്തിയോ ദേവകി? അനന്തന്റെ വീട്ടിൽ നിന്ന് വന്ന പാടെ ജഗന്നാഥൻ തിരക്കി. കൊച്ചു വന്ന് കുളിക്കാൻ കയറി. അവിടെ പോയിട്ട് എന്തായി? എന്നേക്ക് തീരുമാനിച്ചു? ഇനിയിപ്പോൾ അവര് വന്നാലും ഇല്ലെങ്കിലും എൻ്റെ കുട്ടിയോളെ നമുക്ക് വിളിക്കാം.
അടുക്കളയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ചായയും അടയും ഡൈനിങ് ടേബിളിന്റെ മേലേക്ക് വെച്ചുകൊണ്ട് ദേവകി പറഞ്ഞു. വരുന്ന ശനിയാഴ്ച വിരുന്ന് വെക്കാൻ ദേവകി. അവർ ഞായറാഴ്ച പോകുമെന്ന്. ഈ ശനിയാകുമ്പോൾ കാശിക്ക് അവധിയല്ലേ? അയാൾ ചായ കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. ഓ അപ്പൂപ്പ, സെക്കൻഡ് സാറ്റർഡേ അല്ലേ? കാശിയേട്ടന് ലീവാണ്. അപ്പുവും അവർക്കരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ എടുത്തു കഴിക്കുക അപ്പൂ. നിനക്ക് വലിയ ഇഷ്ടമല്ലേ പഴഞ്ഞൂർക്ക് ചേർത്തുണ്ടാക്കുന്ന അട? അതുകൊണ്ട് ഞാൻ തങ്കമണിയോട് പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിയതാണ് ഈ അട. അവൾക്ക് മുന്നിലേക്ക് ഇല മാറ്റിയ അടയും ചായയും നീക്കി വെച്ചുകൊണ്ട് അവർ പറഞ്ഞു. ചെറുപഴവും നെയ്യും തേങ്ങയും ശർക്കരയും ചേർത്തുണ്ടാക്കിയ അടയുടെ സ്വാദ് ആസ്വദിച്ചുകൊണ്ട് ഒരു നിമിഷം അപ്പു കണ്ണുകൾ അടച്ചിരുന്നു. നല്ലതാ അമ്മമ്മേ, നല്ല ടേസ്റ്റുണ്ട്. അപ്പു ചിരിയോടെ ഒരു പീസ് കൂടെ വായിലേക്ക് വെച്ചു. അയ്യോ അമ്മമ്മേ, കാശിയേട്ടന് അട വെച്ചിട്ടുണ്ടോ? കയ്യിലിരുന്ന അടയുടെ പീസ് പ്ലേറ്റിലേക്ക് തിരികെ വെച്ചുകൊണ്ട് അപ്പു തിരക്കി. അപ്പുവിനറിയില്ലേ, അവൻ കുറേ വർഷങ്ങളായി ഇവിടുന്ന് ഒന്നും കഴിക്കാറില്ലെന്ന്. ഒരു ഓണം വന്നാൽ പോലും ഇവിടെ വരേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് അവൻ ഈ നാട്ടിലേ നിൽക്കാറില്ല. ദേവകി വിഷമത്തോടെ പറഞ്ഞു. അത് നേരത്തെ അല്ലേ അമ്മമ്മേ, ഇപ്പൊ അങ്ങനെയല്ല. ഈ അപ്പു എന്തു കൊടുത്താലും കാശിയേട്ടൻ കഴിക്കും. കണ്ണൊക്കെ വിടർത്തി മനോഹരമായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അപ്പു അവരോട് പറഞ്ഞു. അവൻ കഴിക്കുമെങ്കിൽ ഇവിടെ വേറെയുണ്ട്, അത് കൊടുക്കാം. ഇതെന്റെ മോള് കഴിക്ക്. അവളുടെ മുഖത്തെ നിഷ്കളങ്കമായ ചിരിയിലേക്ക് നോക്കി സ്നേഹത്തോടെ ദേവകി പറഞ്ഞു. കാശിയോട് ഉള്ള പേടിയൊക്കെ മാറിയല്ലോ അമ്മമ്മയുടെ കുട്ടിക്ക്. ചായ കൂടിയൊക്കെ കഴിഞ്ഞു പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്തു വയ്ക്കും നേരം അങ്ങോട്ട് വന്ന ദേവകി അവളോട് ചോദിച്ചു. കാശിയേട്ടൻ പാവമാണ് അമ്മമ്മേ, ദേഷ്യമൊന്നും വരില്ല. ഇപ്പൊ ഒരാഴ്ചയായില്ലേ ഞാൻ അവിടെ നിൽക്കുന്നു, ഇതുവരെ ദേഷ്യം വന്നിട്ടേയില്ല. പിന്നെ എനിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. പക്ഷേ ഒക്കെ ഞാനും ഉപയോഗിക്കാത്ത സാധനങ്ങളാണെന്നേ. കാശിയെക്കുറിച്ച് വാതോരാതെ പറയുന്ന പെണ്ണിനെ അവർ വാത്സല്യത്തോടെ നോക്കിയിരുന്നു. അതെന്താണ് എൻ്റെ അപ്പ ഉപയോഗിക്കാത്ത സാധനങ്ങൾ? അച്ചമ്മ അവളുടെ അഴിച്ചു വിടർത്തിയിട്ട തല നന്നായി തുവർത്തിയിട്ട് കൊടുത്തിട്ട് ചോദിച്ചു. അതോ, ഞാൻ കണ്ണെഴുതാറില്ലല്ലോ അമ്മമ്മേ. പക്ഷേ കാശിയേട്ടൻ കൺമഷിയും ഐലൈനറും ഒക്കെ വാങ്ങിത്തന്നു. അതുപോലെ ബോഡി ലോഷൻ, ക്രീം, അതുപോലെ ഞാൻ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ. അപ്പു അമ്മമ്മയുടെ മടിയിൽ ചാഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. നീ കണ്ണൊക്കെ എഴുതി ഒരുങ്ങി നടക്കുന്നതാവും കാശിക്ക് ഇഷ്ടം. അപ്പുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. ആണോ അമ്മമ്മേ, അങ്ങനെ ആവുമോ? അപ്പൊ ഞാൻ അതൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ കാശിയേട്ടൻ വിഷമമാവുമല്ലേ? ചോദിച്ചിട്ട് അവൾ അവരുടെ മടിയിൽ മലർന്നു കിടന്നുകൊണ്ട് തിരക്കി. നീ ഇനി കോളേജിലൊക്കെ പോകുമ്പോൾ കണ്ണൊക്കെ എഴുതിക്കോ. അപ്പോൾ അവൻ്റെ വിഷമമൊക്കെ മാറിക്കോളും. അമ്മമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. നീ എന്താ പെണ്ണെ വന്നിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇവിടെ തന്നെ കയറിയിരിക്കുന്നത്? അച്ചമ്മയ്ക്കൊപ്പം മുറ്റത്തെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടുനിന്ന അപ്പുവിനോട് അങ്ങോട്ട് കയറി വന്ന ഹേമ ചോദിച്ചു. അത് പിന്നെ ഞാൻ. അപ്പു അവരോട് എന്ത് പറയണമെന്ന് അറിയാതെ വല്ലായ്മയോടെ നിന്നു. എന്ത് പിന്നെ? നിനക്ക് അങ്ങോട്ട് വന്ന് ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിക്കൂടെ പെണ്ണെ? അതുപോലെ ഇറച്ചിയും മീനുമൊക്കെ വെച്ച പാത്രമുണ്ട്, അതുകൂടെ കഴുകി വെച്ചേ. അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ആ കൈത്തണ്ടയിൽ നഖം ആഴ്ത്തിക്കൊണ്ട് ഹേമ പറഞ്ഞു. അപ്പു വേദന കൊണ്ട് നിന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി. ഇനി അവൾ നിന്നെ സഹായിക്കാൻ വരില്ല ഹേമേ, നീ കൊച്ചിൻ്റെ കൈ വിട്ടേ. അച്ചമ്മ ഹോസ് നിലത്തേക്കിട്ട് അപ്പുവിൻ്റെ കൈ അവരുടെ പിടിയിൽ നിന്ന് വലിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിറഞ്ഞു തൂവിയ മിഴിയോടെ അപ്പു കയ്യിൽ ഹേമയുടെ നഖമാഴ്ന്ന ചുവന്ന് രക്തം പൊടിച്ച ഭാഗം തലോടിക്കൊണ്ട് അമ്മമ്മയെ നോക്കി. അതെന്താ ഇവൾക്ക് ഇപ്പോൾ ഒന്ന് വന്ന് എന്നെ സഹായിച്ചാൽ? ഹേമ തുള്ളിക്കൊണ്ട് അപ്പുവിന് നേരെ ചീറിക്കൊണ്ട് അടുത്തതും കാശിയുടെ ബുള്ളറ്റ് ഗേറ്റ് കടന്നു വന്നു. ആ കാശി, കയറി വേടാ മോനെ, ചായ കുടിച്ചിട്ട് പോകാം. ദേവകി അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് അവരെ വിളിച്ചു. ഇന്നിപ്പോൾ ഇറങ്ങുന്നില്ല അച്ചമ്മേ. കാശി വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ അവരോട് പറഞ്ഞു. ബാഗ് എടുത്തു വാടോ, പോകേണ്ടേ നമുക്ക്? കാശി ചോദിച്ചതും തലയാട്ടിക്കൊണ്ട് നിറഞ്ഞു തൂവിയ കണ്ണുകൾ തുടച്ചിട്ട് പെണ്ണ് ഓടി അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ ദേവകി കൂടെ പോയതും അകത്തേക്ക് പോകണോ തൻ്റെ വീട്ടിലേക്ക് പോകണോ എന്നോർത്ത് ഹേമ ഒന്ന് പരിങ്ങി. എന്നാൽ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നതായി പോലും ശ്രദ്ധിക്കാതെ കാശി അപ്പു വരുന്നത് നോക്കി ബുള്ളറ്റിൽ തന്നെ ഇരുന്നു.